നമസ്കാരം. ആകാശത്ത് നിന്ന് മരണമായി പെയ്തിറങ്ങുന്ന ശത്രുക്കളുടെ റോക്കറ്റുകൾ നിമിഷാർദ്ധങ്ങൾ കൊണ്ട് അവയെ വായുവിൽ വെച്ച് തെറിപ്പിച്ച് കത്തിച്ചാമ്പലാക്കുന്ന അത്ഭുത സാങ്കേതികവിദ്യ. ലോകം മുഴുവൻ ഭയത്തോടെയും നെഞ്ചിടിപ്പോടെയും മാത്രം നോക്കിക്കാണുന്ന ഇസ്രയേലിന്റെ ആ അജയ്യ ശക്തി, ലോകപ്രശസ്തമായ അയൺ ഡോം വ്യോമ പ്രതിരോധ സംവിധാനം. ഇനി ഈ മഹാത്ഭുതം കേവലം ഇസ്രയേലിന്റെ മണ്ണിൽ മാത്രം ഒതുങ്ങി നിൽക്കില്ല. ആഗോള പ്രതിരോധ രംഗത്തെ പാടെ ഞെട്ടിച്ചുകൊണ്ട് ശത്രുക്കളുടെ ഉറക്കം കെടുത്തുന്ന ആ അത്യാധുനിക പ്രതിരോധ സാങ്കേതിക വിദ്യ സാക്ഷാൽ ഭാരത മണ്ണിലേക്ക് നേരിട്ട് ചുവടുവയ്ക്കുകയാണ്. ഇതൊരു കേവലം സാധാരണ ആയുധ കരാറോ അല്ലെങ്കിൽ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ നടക്കുന്ന കൊച്ചു കച്ചവടമോ മാത്രമല്ല. ഭാരതവും ഇസ്രയേലും തമ്മിലുള്ള ബന്ധം ഒരു പുതിയ ചരിത്രത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുന്ന അവിശ്വസനീയമായ ഒരു മഹാമുഹൂർത്തമാണിത്. ലോകം മുഴുവൻ സാമ്പത്തിക പ്രതിസന്ധികളിലും അതിരൂക്ഷമായ യുദ്ധങ്ങളിലും ഉഴലുമ്പോൾ ഇസ്രയേൽ തങ്ങളുടെ ഏറ്റവും നിർണായകവും അതീവ രഹസ്യവുമായ പ്രതിരോധ സാങ്കേതിക വിദ്യ കൈമാറാൻ ഇന്ത്യയെ തിരഞ്ഞെടുത്തിരിക്കുന്നു. വിശ്വസ്തതയുടെയും സുരക്ഷിതത്വത്തിന്റെയും ആഗോള കേന്ദ്രമായി ഇന്ന് ഭാരതം മാറിയിരിക്കുന്നു എന്നതിന്റെ പരമോന്നത തെളിവാണിത്. ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് മറ്റൊന്നുമല്ല, രാജ്യത്തിന്റെ പ്രതിരോധ നയങ്ങളെ അടിമുടി മാറ്റിയെഴുതിയ ശക്തമായ കാഴ്ചപ്പാടും ഭാരതത്തിന്റെ കുതിച്ചുയരുന്ന വികസന മുന്നേറ്റവുമാണ്. സംഗതി എന്താണെന്ന് വളരെ ലളിതമായി തന്നെ നമുക്ക് പരിശോധിക്കാം. ഒരു യുദ്ധകാല സാഹചര്യമുണ്ടായാൽ സ്വന്തം രാജ്യത്ത് മാത്രം ആയുധോൽപാദനം നടത്തിയാൽ അത് ശത്രുക്കളുടെ ആക്രമണത്തിൽ തകർന്നേക്കാമെന്ന വലിയ തിരിച്ചറിവാണ് ഇസ്രയേലിനെ ഇന്ത്യയിലേക്ക് നയിച്ചത്. സ്വന്തം അതിർത്തികൾക്ക് പുറത്ത് ഇത്തരം ഒരു വമ്പൻ ആയുധ നിർമ്മാണ പദ്ധതിക്കായി അമേരിക്കയ്ക്ക് പുറമെ ഇസ്രയേൽ തിരഞ്ഞെടുത്തത് നമ്മുടെ പ്രിയപ്പെട്ട ഭാരതത്തെയാണ്. ഇസ്രയേലിന്റെ പ്രശസ്തമായ റാഫേൽ അഡ്വാൻസ്ഡ് ഡിഫൻസ് സിസ്റ്റംസ്, അയൺ ഡോമിലെ ഏറ്റവും പ്രധാനപ്പെട്ട തമിർ ഇന്റർസെപ്റ്റർ മിസൈലുകൾ ഇനി നിർമ്മിക്കാൻ പോകുന്നത് മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിക്ക് കീഴിലാണ്. ഇന്ത്യയിൽ ഈ മിസൈലുകൾ വൻതോതിൽ നിർമ്മിക്കുന്നതിലൂടെ ഇസ്രയേലിന് നിർമ്മാണ ചെലവ് 10 മടങ്ങ് കുറയ്ക്കാൻ സാധിക്കുമെന്ന് മാത്രമല്ല, ഏത് രൂക്ഷമായ യുദ്ധകാലത്തും തടസ്സമില്ലാത്ത മിസൈൽ വിതരണ ശൃംഖല ഉറപ്പാക്കാനും സാധിക്കും. ലോകത്തിലെ ഏറ്റവും വിജയകരമായ ഹ്രസ്വദൂര വ്യോമ പ്രതിരോധ സംവിധാനങ്ങളിലൊന്നായ അയൺ ഡോമിന്റെ പ്രധാന നിർമ്മാണ ഹബ്ബായി നമ്മുടെ ഭാരതം മാറുമ്പോൾ അത് ഓരോ ഭാരതീയന്റെയും നെഞ്ച് അഭിമാനം കൊണ്ട് വീർപ്പ് മുട്ടിക്കുന്ന വലിയൊരു നേട്ടമായി മാറും. ഇതിലൂടെ ഭാരതത്തിലെ പ്രതിരോധ മേഖലയ്ക്ക് ഉണ്ടാകാൻ പോകുന്ന വളർച്ച അവിശ്വസനീയമാണ്. അത്യാധുനിക മിസൈൽ സാങ്കേതിക വിദ്യകൾ നമ്മുടെ രാജ്യത്തേക്ക് എത്തുമ്പോൾ ഇവിടെ ആയിരക്കണക്കിന് പുതിയ തൊഴിലവസരങ്ങളാണ് സൃഷ്ടിക്കപ്പെടാൻ പോകുന്നത്. സാങ്കേതിക വിദ്യ കൈമാറ്റം ചെയ്യപ്പെടുന്നതിലൂടെ നമ്മുടെ സ്വന്തം പ്രതിരോധ സംവിധാനങ്ങൾ കൂടുതൽ വികസിപ്പിക്കാനും ഇത് നമ്മുടെ ശാസ്ത്രജ്ഞർക്കും എഞ്ചിനീയർമാർക്കും വഴി തുറക്കും. പ്രതിരോധ രംഗത്ത് ഇന്ത്യ ഇനി ആരുടെയും മുന്നിൽ കൈനീട്ടില്ലെന്നും സ്വന്തം മണ്ണിൽ സാങ്കേതിക വിദ്യ വികസിപ്പിച്ച് സ്വന്തം കാലിൽ ഉറച്ചു നിൽക്കുമെന്നുമുള്ള ദീർഘവീക്ഷണത്തോടെയുള്ള തീരുമാനങ്ങളുടെ പ്രത്യക്ഷ ഫലമാണ് ഇന്ന് നമ്മൾ കാണുന്നത്. ആയുധങ്ങൾ വിദേശത്തു നിന്ന് വാങ്ങിക്കൂട്ടുന്ന രാജ്യം എന്ന പഴയ വിലാസത്തിൽ നിന്ന് ആഗോള നിലവാരത്തിൽ അത്യാധുനിക ആയുധങ്ങൾ നിർമ്മിച്ച് കയറ്റുമതി ചെയ്യുന്ന രാജ്യം എന്ന പുതിയ വിലാസത്തിലേക്ക് ഇന്ത്യ വേഗത്തിൽ മാറിക്കഴിഞ്ഞു. ഭാരത് ഡൈനാമിക്സ് ലിമിറ്റഡ്, ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് തുടങ്ങിയ നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങളും അതിവേഗം വളർന്നു വരുന്ന നിരവധി സ്വകാര്യ പ്രതിരോധ നിർമ്മാതാക്കളും ഇന്ന് ആഗോള കമ്പനികളെ പോലും വെല്ലുന്ന സാങ്കേതിക മികവാണ് കൈവരിച്ചിരിക്കുന്നത്. വിദേശ കമ്പനികളെക്കാൾ കുറഞ്ഞ ചെലവിലും കൃത്യതയിലും അത്യാധുനിക മിസൈലുകളും പ്രതിരോധ സാങ്കേതിക വിദ്യകളും നിർമ്മിക്കാനുള്ള കഴിവ് ഇന്ന് ഇന്ത്യൻ കമ്പനികൾക്കുണ്ട്. ഇന്ന് യൂറോപ്പിലും മിഡിൽ ഈസ്റ്റിലും നിലനിൽക്കുന്ന അസ്വസ്ഥതകളുടെയും സംഘർഷങ്ങളുടെയും പശ്ചാത്തലത്തിൽ ശത്രുക്കളുടെ റോക്കറ്റുകളെയും ഡ്രോണുകളെയും വായുവിൽ വെച്ച് തകർക്കാൻ കഴിയുന്ന ഇത്തരം ഹ്രസ്വദൂര വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് ലോകമെമ്പാടും വലിയ ആവശ്യക്കാരുണ്ട്. കൂട്ടത്തോടെ എത്തുന്ന സാച്ചുറേഷൻ ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ താങ്ങാനാവുന്ന വിലയ്ക്ക് ലഭ്യമാകുന്ന മികച്ച സംവിധാനങ്ങൾ തേടുന്ന വിവിധ രാജ്യങ്ങൾക്ക് മുന്നിലേക്ക് ഇനി ഭാരത മണ്ണിൽ നിർമ്മിച്ച ഇസ്രയേലി സാങ്കേതിക വിദ്യയിലുള്ള തമിർ മിസൈലുകൾ എത്തും. ഇത് ഭാവിയിൽ ഇന്ത്യക്ക് കോടികളുടെ പ്രതിരോധ കയറ്റുമതി അവസരങ്ങളാണ് തുറന്നു നൽകാൻ പോകുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിരോധ ഉൽപ്പന്നങ്ങളുടെ വിപണിയായി ഭാരതം മാറുമ്പോൾ അത് നമ്മുടെ സാമ്പത്തിക രംഗത്തിനും വൻ കുതിച്ചുചാട്ടമായിരിക്കും സമ്മാനിക്കുക. ശക്തമായ വിദേശ നയവും അടിയുറച്ച നിലപാടുകളും ഉണ്ടെങ്കിൽ ആഗോള ശക്തികൾ പോലും ഭാരതത്തിന്റെ മുന്നിൽ കൈകോർക്കാൻ തയ്യാറാകും. ലോകത്തിന് ആവശ്യമായ അത്യാധുനിക പ്രതിരോധ സംവിധാനങ്ങളുടെ ഏറ്റവും സുരക്ഷിതമായ ആഗോള ഹബ്ബായി ഇന്ത്യ മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇസ്രയേൽ നൽകുന്ന ഈ വലിയ പങ്കാളിത്തവും സഹകരണവും കേവലം ഒരു സാങ്കേതിക കൈമാറ്റം മാത്രമല്ല, മറിച്ച് വരും തലമുറയ്ക്കുള്ള സുരക്ഷ ഉറപ്പുകൂടിയാണ്. സ്വന്തം സുരക്ഷ വർദ്ധിപ്പിക്കുന്നതോടൊപ്പം അയൽപ്പക്കത്തെ ശത്രു രാജ്യങ്ങൾക്കുമുള്ള കൃത്യമായ സന്ദേശമാണ് ഈ ഇന്ത്യ ഇസ്രായേൽ സഹകരണം.
ലോകത്തിൽ ഏത് കോണിൽ സംഘർഷമുണ്ടായാലും ലോകത്തെ കാത്തുരക്ഷിക്കുന്ന ആയുധങ്ങളുടെ വിശ്വസ്ത നിർമ്മാണശാലയായി ഇനി നമ്മുടെ ഭാരതം അറിയപ്പെടും. പ്രതിരോധ ഗവേഷണ രംഗത്തും ഉൽപാദന രംഗത്തും ഇന്ത്യ കുറിച്ചുകൊണ്ടിരിക്കുന്ന ഈ മുന്നേറ്റം ഭാവിയിൽ നമ്മളെ മറ്റു മേഖലകളിലും ലോകത്തിന്റെ മുൻപന്തിയിൽ എത്തിക്കും. ലോകശക്തികൾ ഇന്ത്യയുടെ നിലപാടുകൾക്കായി കാതോർക്കുന്ന ഒരു പുതിയ ആഗോള ക്രമമാണ് ഇപ്പോൾ രൂപപ്പെടുന്നത്. ഈ ചരിത്ര മുന്നേറ്റം ഓരോ പൗരനും വലിയ ആത്മവിശ്വാസമാണ് നൽകുന്നത്. നമ്മുടെ രാജ്യത്തിന്റെ അതിർത്തികൾ ഇനി കൂടുതൽ സുരക്ഷിതമാകുമെന്ന് മാത്രമല്ല, ലോകത്തിന്റെ സുരക്ഷയ്ക്കായി ആയുധങ്ങൾ നിർമ്മിക്കുന്ന ശക്തി കേന്ദ്രമായി ഭാരതം മാറും. ഈ സ്വയം പര്യാപ്തതയാണ് ഭാരതത്തിന്റെ ശക്തിയായ കരുത്ത്. ഇതൊരു കേവലം തുടക്കം മാത്രമാണ്. വരും നാളുകളിൽ കൂടുതൽ വിദേശ രാജ്യങ്ങൾ തങ്ങളുടെ അത്യാധുനിക നിർമ്മാണ കേന്ദ്രങ്ങളായി ഇന്ത്യയെ തിരഞ്ഞെടുക്കുന്ന കാഴ്ച നമ്മൾ കാണും. തദ്ദേശീയമായി നിർമ്മിക്കുന്ന പ്രതിരോധ സാമഗ്രികളുടെ ഉൽപാദനം വർദ്ധിക്കുന്നതോടെ രാജ്യത്തിന്റെ പ്രതിരോധ ബജറ്റിൽ വൻതുക ലാഭിക്കാനും അത് മറ്റ് ജനക്ഷേമ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കാനും സാധിക്കും. ഇന്ത്യൻ യുവാക്കൾക്ക് റോബോട്ടിക്സ്, എയ്റോസ്പേസ്, നിർമ്മിത ബുദ്ധി തുടങ്ങിയ അത്യാധുനിക സാങ്കേതിക മേഖലകളിൽ മികച്ച തൊഴിലും അറിവും സ്വന്തമാക്കാനുള്ള സുവർണാവസരമാണ് ഈ കരാറിലൂടെ കൈവരുന്നത്. ശാസ്ത്ര സാങ്കേതിക രംഗത്ത് ലോകത്തിലെ ഏറ്റവും വലിയ ഭീമനായി ഭാരതം മാറുന്ന ദിവസങ്ങൾ വിദൂരമല്ല. ഈ കുതിപ്പ് രാജ്യത്തിന്റെ GDP മുന്നേറ്റത്തിന് നൽകുന്ന പിന്തുണ ചെറുതല്ല. ഇന്ത്യൻ വ്യവസായ മേഖലയ്ക്കും ചെറുകിട വിതരണക്കാർക്കും ഇതൊരു പുതിയ ഉണർവ് സമ്മാനിക്കും. തമിർ മിസൈലുകളുടെ നിർമ്മാണത്തിന് ആവശ്യമായ ചെറുകിട ഘടകങ്ങൾ ഇന്ത്യയിലെ പ്രാദേശിക നിർമ്മാതാക്കളിൽ നിന്ന് ശേഖരിക്കുമ്പോൾ ലക്ഷക്കണക്കിന് ചെറുകിട വ്യവസായ സംരംഭങ്ങൾക്കാണ് ഇതിന്റെ ഗുണം നേരിട്ട് ലഭിക്കുക. ഇതോടെ രാജ്യത്തെ ആഭ്യന്തര വിപണി കൂടുതൽ ശക്തമാവുകയും കൂടുതൽ നിക്ഷേപങ്ങൾ ഇന്ത്യയിലേക്ക് ഒഴുകിയെത്തുകയും ചെയ്യും. വിദേശ സാങ്കേതിക വിദ്യയും ഭാരതത്തിന്റെ മനുഷ്യ വിഭവശേഷിയും കൈകോർക്കുമ്പോൾ പ്രതിരോധ മേഖലയിൽ പുത്തൻ വിപ്ലവമാണ് സൃഷ്ടിക്കപ്പെടുന്നത്. ലോകത്തിനു മുന്നിൽ മാതൃകാപരമായ ഒരു സമാധാന ഭാരതത്തെ പടുത്തുയർത്താൻ ഇത്തരം തന്ത്രപ്രധാന സഹകരണങ്ങൾ സഹായിക്കും. സ്വന്തം സുരക്ഷാ ആവശ്യങ്ങൾ നിറവേറ്റുന്നതോടൊപ്പം തന്നെ ലോകം സമാധാനത്തിനായി പ്രതിരോധ ഉൽപ്പന്നങ്ങൾ ലഭ്യമാക്കുന്ന അവസ്ഥയിലേക്ക് ഇന്ത്യ കുതിക്കുകയാണ്. നമ്മുടെ പ്രതിരോധ വ്യവസായ രംഗത്തെ ഈ മാതൃകാപരമായ മാറ്റം മറ്റ് വികസ്വര രാജ്യങ്ങൾക്കും വലിയൊരു പ്രചോദനമായി മാറുന്നുണ്ട്. ഉൽപാദനക്ഷമതയിലും ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരത്തിലും നമ്മൾ കൈവരിച്ച ഈ മേൽക്കോയ്മ വരും പതിറ്റാണ്ടുകളിൽ ഇന്ത്യയെ വൻ ശക്തിയായി നിലനിർത്തും. സാമ്പത്തിക രംഗത്തും തന്ത്രപ്രധാന മേഖലകളിലും ഇന്ത്യ രേഖപ്പെടുത്തുന്ന ഈ സമാനതകളില്ലാത്ത നേട്ടങ്ങൾ രാജ്യത്തിന്റെ ഭാവി ശോഭനമാക്കുന്നു. ഭാരതത്തിന്റെ ശാസ്ത്രജ്ഞന്മാരുടെയും എഞ്ചിനീയർമാരുടെയും ആത്മവിശ്വാസം വാനോളം ഉയർത്താൻ ഇസ്രയേലുമായുള്ള ഈ തമിർ മിസൈൽ കരാർ വഴിയൊരുക്കും. ആഗോള വ്യോമ പ്രതിരോധ വിപണിയിൽ ഇന്ത്യ കൈവരിക്കാൻ പോകുന്ന ഈ വിപ്ലവകരമായ കുതിപ്പ് നമ്മുടെ രാജ്യത്തിന്റെ പ്രതിരോധ സുരക്ഷയെ മാത്രമല്ല, ലോകത്തിനു മുന്നിലെ തന്ത്രപരമായ സ്വാധീനത്തെയും 10 മടങ്ങ് വർദ്ധിപ്പിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. നമ്മുടെ ഭാരതം പ്രതിരോധ മേഖലയിൽ വൻ ശക്തിയായി കുതിച്ചുയരുന്ന ഈ വിസ്മയ കാഴ്ചയെക്കുറിച്ചും ഇസ്രയേലിന്റെ ഈ തന്ത്രപരമായ തീരുമാനത്തെക്കുറിച്ചും നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. മറ്റൊരു പ്രധാന രാഷ്ട്രീയ വിശകലനവുമായി ഞാൻ വീണ്ടും വരാം. നന്ദി.